ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായ്പോളയുടെയാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ബട്ടറിലാണ് ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നത് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ബട്ടറിലാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഞങ്ങൾ സേമിയ ഇടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സേമിയയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല, മധുരം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുത്തത്. പിന്നെ ഇതാ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റ് കോക്കനട്ട് ഉണ്ടാവും. ചിരക്ക് തേങ്ങ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടി 3 കോഴിമുട്ട, ഒരു 3-4 ഏലക്കായ, ആവശ്യത്തിന് ഉപ്പും, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 1/4 കപ്പ് പാലുമാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഒക്കെ മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മിക്സി യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയുടെയും പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ ബാറ്റർ ഒരു സോസ് പാനിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അടിയിൽ ഒരു അടി കെട്ടിയുള്ള ഒരു പാന് ഞാൻ വെച്ചിട്ടാണ് കേട്ടോ, അതിൻ്റെ മേലാണ് സോസ് പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബട്ടർ അടിയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെയാണ് കേട്ടോ, സംഭവം പെർഫെക്റ്റ് ആണ്. വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മറിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യം. ഒരു 4-5 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ സ്പൂൺ വെച്ച് കോരി കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ എന്താവും എന്നുള്ളത് നോക്കാം. അങ്ങനെ ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും മുന്നേ കണ്ടേക്കനെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് മറിച്ചിടാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ മറിച്ചിട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. സംഭവം ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്.